ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥി കിട്ടിയില്ലേ നേരെ മറുകണ്ഠം ചാടുക, അവിടെ സ്ഥാനാർത്ഥിയാവുക? അതുവരെ എത്രയോ കാലമായി പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ആശയപരമായ എന്തെങ്കിലും ഈ മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥി കിട്ടിയ മഹാഭൂരിപക്ഷം പേർക്കും അങ്ങനെ എന്തെങ്കിലും ആശയപരമായ വിയോജിപ്പുണ്ടെന്നോ അല്ല, ചിലർക്ക് വേണേൽ ചിലപ്പോൾ അങ്ങനെ കാണാം ഈ പാർട്ടി മാറിയത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ശ്രീ ഗോപകുമാർ പറഞ്ഞോളൂ. നമസ്കാരം. ഞാന് താങ്കൾ പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യത്തിനോടും ഇപ്പോ എന്നോട് ചോദിച്ച കാര്യത്തിനോടും എതിർപ്പ് അറിയിക്കുകയാണ്. MLA ആയി മത്സരിക്കാൻ BJPക്ക് ആളെ കിട്ടാണ്ട് ഞങ്ങൾ പണം കൊടുത്തിട്ട് വാങ്ങി കൊണ്ടുവന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പോലും അതിനെ താങ്കൾ ന്യായീകരിച്ചു. എനിക്ക് അതിനോട് അങ്ങനെ എവിടെയാണ് ഞാൻ ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും പറഞ്ഞു അങ്ങനെ പണം എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ കൂടി ഇപ്പൊ ചോദിച്ചു മറ്റുള്ളവരെ പണം കൊടുത്തത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടി റിവൈൻഡ് കേട്ട് നോക്കൂ. ഇല്ല, ഞാൻ പണം കൊടുത്തു എന്ന് എവിടെയും പറഞ്ഞില്ല. അല്ല, പണം അതാ ഞാൻ പറഞ്ഞ, പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ BJPക്ക് ആളെ കിട്ടാണ്ടാവുമ്പോ വേറെയുള്ള അവിടുന്ന് ആൾക്കാരെ പിടിച്ചിട്ട് അല്ല, BJPക്ക് ആളെ കിട്ടാതാവുമ്പോഴെന്നല്ല, BJPക്കാർ മറ്റു പല പാർട്ടികളിൽ നിന്നും ആളുകളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്ഥാനാർത്ഥിയാക്കുകയും നേതാക്കളാക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി BJP ആണ്. അതിന് സംശയമൊന്നുമില്ല. മറ്റു പാർട്ടികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നടപ്പാക്കിയിട്ടുള്ള പാർട്ടി BJP ആണ്. അത് ഞാൻ പറഞ്ഞാണ്, ഇപ്പോഴും അത് ആവർത്തിച്ച് അങ്ങനെ തന്നെ പറയുന്നു. അത് പറഞ്ഞത് തെറ്റല്ലേ? ഞങ്ങൾ കൊണ്ടുവന്നതാണോ അത് വന്നതാണോ കൊണ്ടുവന്നതാണോ എന്നൊക്കെ കണ്ടറിയേണ്ടി വരും. പലതും കൊണ്ടുവന്നത് തന്നെയാണ്. പല MLA-മാരെ അടക്കം, ഭൂരിപക്ഷമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും MLA-മാരെ അടക്കം മറുകണ്ഠം ചാടിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നാണോ അവർ സ്വമേധയാ വന്നാണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം. പക്ഷേ BJP ചെയ്തിട്ടുണ്ട്, മറ്റു പാർട്ടികളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ചെയ്തിട്ടുള്ളത് BJP ആണ്. അല്ല, BJP കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കിരൺ ബാബുജി സമ്മതിക്കാൻ കഴിയും? ആളുകൾ സ്വമേധയാ ചാടി വരുന്നതാണോ? അല്ല, അത് പിൻവലിക്കേണ്ട. താങ്കൾ മാത്രം സംസാരിക്കണേ, എന്റെ സംസാരം കേൾക്കാൻ. താങ്കൾ സംസാരിച്ച ശേഷം ഞാൻ മറുപടി പറയാം. പക്ഷേ ഈ ഒരു പ്രസ്താവന താങ്കൾ പറഞ്ഞാൽ തെറ്റാണെന്ന് എന്റെ ഒരു വിനയപൂർവ്വമായിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം, എന്റെ ചെറിയൊരു അഭിപ്രായം. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, താങ്കൾ പറയുന്നത് ശരിയാണെന്ന് താങ്കളുടെ ഇതില് പറയുന്നുണ്ട്. പക്ഷെ മറ്റേ ഇവിടുന്ന് വന്ന ആൾക്കാർ എന്താ പറയണത്? ഇപ്പൊ യൂത്ത് കോൺഗ്രസ് 2 ദിവസം മുന്നേ 2 പേര് വന്നു, യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ വന്നു. അതുമാതിരി അജിത്ത് ഇന്നലെ വന്ന RS അരുൺ രാജൊക്കെ ഇന്ന് സ്ഥാനാർത്ഥിയായി 2 പേര് സ്ഥാനാർത്ഥി. അതിന്റെ കാര്യം ഞാൻ പറയാം. അതിനെപ്പറ്റി വിസ്തരിച്ച് പറയാം, സമയം തരുവാണെങ്കിൽ. പിന്നെ അജിത്ത് പറഞ്ഞ സ്ഥാനാർത്ഥി വൈക്കത്ത് അജിത്ത് പറഞ്ഞ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ അച്ഛൻ പോലും കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷം 25 വർഷമായിട്ട് അവര് അച്ഛനും മകനും അവിടെ MLA ആയിട്ട് ജയിച്ച് പ്രവർത്തിച്ചു പോകുന്ന ആൾക്കാരാണ്. CC മുകുന്ദൻ നാട്ടികയിലെ, S രാജേന്ദ്രൻ ഇടുക്കിയിലെ, ഇവരൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണോ? ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ വരൂ, ഞങ്ങൾക്ക് ഇവിടെ മത്സരിക്കുന്ന ആളില്ല പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാണോ? താങ്കൾ പറഞ്ഞതിന്റെ ഒരു അതിശയോക്തി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. താങ്കളുടെ സ്പീച്ചിൽ കൊണ്ടുവന്നു എന്നൊരു ഗോപകുമാർ, ഞാൻ പറഞ്ഞോട്ടെ, ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും പാർട്ടി മാറുന്നതിൽ മഹാഭൂരിപക്ഷം പേരും സ്വമേധയാ ചെന്ന് എനിക്കൊരു മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞു പോയി എതിരാളികളെ സമീപിച്ച് പോയി പാർട്ടി മാറുന്നവരല്ല. എതിർ പാർട്ടിയിലുള്ള ആളുകളെ മറ്റു പാർട്ടിക്കാർ വല വീശി പിടിക്കുക എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നേരത്തെ MLA-മാരൊക്കെ ആണെങ്കിൽ കുതിരക്കച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായി തന്നെയാണ് ഏത് പാർട്ടിയിൽ നിന്ന് എങ്ങോട്ടായാലും മാറുന്നത്. അതിപ്പോൾ BJP-യിലേക്ക് മാറുന്നതായാലും, ഇപ്പോൾ BJP കേരളത്തിൽ നിന്ന് അങ്ങനെ മാറാൻ ആകെ സീറ്റ് മോഹിക്കുന്നവരുടെ അത്ര എല്ലാവർക്കും കൊടുക്കാനുള്ള സീറ്റ് കേരളത്തിലുള്ളതുകൊണ്ട് BJP-ക്ക് ആ തടസ്സം കാര്യമായി വരുന്നില്ല. CPM-നും കോൺഗ്രസിനും അങ്ങനെയല്ല. അവർക്ക് സീറ്റ് മോഹിക്കുന്നവർക്കെല്ലാം സീറ്റ് കൊടുക്കാനുള്ള സീറ്റ് അവരുടെ പക്കലില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ ഉണ്ടാവുന്നു. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഏത് പാർട്ടി മാറിയാലും സ്വമേധയാ ആശയം കണ്ട് കൊള്ളാം എന്ന് തോന്നി മാറുന്ന അത്യപൂർവ്വം ആളുകൾ കാണും. ബാക്കി ആരും ആശയം കണ്ട് മാറുന്നവരൊന്നുമല്ല. അതെല്ലാം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയും അധികാര നേട്ടത്തിന് വേണ്ടിയും മാറുന്നവരാണ് ഭൂരിപക്ഷം പേരും. അതിന് യാതൊരു സംശയവുമില്ല. താങ്കൾ ആരുടെ വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയോ? അല്ല, ഈ ആശയം കണ്ടിട്ടല്ല എന്നുള്ളത് കിരൺ ബാബുവിന് ഉറപ്പ് പറയാൻ കഴിയോ? എന്നാൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, BJP-കാരനായിട്ടുള്ള എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ആശയത്തിന്റെയും നരേന്ദ്രമോദിജിയുടെയും BJP-യുടെയും ആശയത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളിലേക്ക് BJP-യിലേക്ക് കോൺഗ്രസ് നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും CPI-യിൽ നിന്നും CPM എന്നും പറഞ്ഞ ആൾക്കാർ വന്ന് BJP-യിൽ അംഗത്വം എടുത്തിട്ട് MLA ആയി മത്സരിക്കണതിന് എന്താ കുഴപ്പം? BJP-യുടെ ഒരു കുഴപ്പവുമില്ല ശ്രീ ഗോപകുമാർ, അങ്ങനെ കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ വരുന്നതിൽ മഹാഭൂരിപക്ഷം പേരും ആശയം കണ്ടല്ല വരുന്നത്, അധികാരം കണ്ടാണ് വരുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വികസിത കേരളം, വികസിത ഭാരതം എന്നും നരേന്ദ്രമോദിയുടെ ആശയം കണ്ടിട്ട് തന്നെയാണെന്ന് ഞങ്ങൾ തർക്കിക്കും. അല്ല, അങ്ങനെ താങ്കൾക്ക് അങ്ങനെ പറയാം, അതിന് യാതൊരു തടസ്സവുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് അങ്ങനെയാണ്. എതിരാളികൾ ഞങ്ങളുടെ ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ആശയം കണ്ടാണ് വരുന്നതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് അപ്പടി വിശ്വസിക്കാൻ മാത്രം ഉള്ള മനുഷ്യരല്ലല്ലോ നമ്മളാരും. താങ്കൾ പറയുന്ന നരേഷൻ എന്താ?
താങ്കൾ പറയുന്നത് എന്താ? BJP-യുടെ ആശയം കണ്ടിട്ടല്ല, പൈസ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അധികാര മോഹം കൊണ്ടാണെന്ന് താങ്കൾ പറയുന്നു. അതല്ലാന്ന് എനിക്ക് തർക്കിച്ചൂടെ? പറയാം, ഉറപ്പായി പറയാം. BJP എന്ന് പറഞ്ഞാൽ BJP നരേന്ദ്രമോദിജി കൊടുക്കുന്ന വികസിത ഭാരതത്തിന് വികസിത ഭാരതം ആവണമെന്നുണ്ടെങ്കിൽ കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്ര, ഗുജറാത്ത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും വികസിച്ചാൽ മാത്രമേ വികസിത ഭാരതം ഒന്നും ഉണ്ടാവുള്ളൂ എന്നുള്ള ഉറപ്പ് കാരണം കൊണ്ടാണ്. ശരി, ഓക്കെ, എന്തായാലും അങ്ങനെ വികസിത ഭാരതമൊക്കെ ഉണ്ടാകട്ടെ. ശരി, താങ്കളുടെ ആഗ്രഹം അങ്ങനെ, താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം പറയുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. താങ്കളെ പോലെ തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും അവരവരുടെ പാർട്ടിയിലേക്ക് വരുന്നവരെ ആശയം കണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കാണുന്ന സാധാരണ ജനത്തിന് നല്ല ബോധ്യമുണ്ട് ഈ മഹാഭൂരിപക്ഷം പേരും പോകുന്നത് ആശയം കണ്ടാണോ, അധികാരം കണ്ടാണോ എന്നൊക്കെ, അല്ലെങ്കിൽ അവസരം നോക്കിയാണോ എന്നൊക്കെ ജനത്തിന് ഇതൊക്കെ കണ്ടാൽ ബോധ്യപ്പെടും. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാന നിമിഷം, അതുവരെ കാലുമാറ്റമില്ല, അവസാന നിമിഷം കാലുമാറി മറുകണ്ഠം ചാടുക, അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, ഇതൊക്കെ സ്വന്തം പാർട്ടിയെ തിരുത്താനാണോ, അതോ സ്വന്തമായി അധികാരം നേടാനാണോ, അതോ എന്താണ് ഇതിന്റെ പിന്നിലെ പ്രചോദനം? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഞാൻ 100% കിരൺ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇത് അധികാരമോഹികളുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ്. ഇത് കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരാണ്, ഇതിൽ കൂടെ ഞാൻ പറയുകയാണ്, ഇത് കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഇവിടെ സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉടനെ BJP-യിലേക്ക് പോവുക. പിന്നെ ഇവിടെ ഗോപകുമാർ പറഞ്ഞല്ലോ, ഗോകുമാർ പറഞ്ഞവരെല്ലാം ആശയം കണ്ടു വന്നവരാണെന്നാണ്. അത് അദ്ദേഹത്തിന് പറയാം. അല്ലല്ല, ഞങ്ങളിവിടെ ബാംഗ്ലൂരില് ആദ്യമായിട്ട് BJP-യുടെ അധികാരത്തിൽ വരുന്നത് ഈ 224 സീറ്റുള്ളതില് 111 സീറ്റുമായിട്ട് കോൺഗ്രസും BJP 103 വന്നു. കോൺഗ്രസിൽ നിന്നുള്ള 6 ജയിച്ച് ജസ്റ്റ് എലക്ട് ചെയ്ത് വന്നവരെ ഉടനെ രാജിവെപ്പിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് മൈനോറിറ്റി പാർട്ടിയാകുന്നു, BJP അധികാരത്തിൽ വരുന്നു. അപ്പം ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതല്ലെന്ന് പറയാൻ ആരെ കൊണ്ടാ പറ്റുക? അതൊക്കെ ഈ കാശ് കൊടുക്കുന്നത് നമ്മളെ കാണിച്ചിട്ടാണോ? അതോ CBI-യും കോടതിയെയും ചീഫ് ജസ്റ്റിസിനെ വിളിച്ചിട്ട് നല്ല പൈസ ഒന്നും കൊടുക്കുന്നത്? അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് BJP ആണെന്നുള്ളത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ കേരളത്തിലെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ആ പാർട്ടി വിട്ട് പുറത്തു വരിക, പാർട്ടി നേതൃത്വത്തിനെതിരെ സംസാരിക്കുക എന്ന് ഞാനും കേട്ടു. ഞാൻ 70 വയസ്സുള്ള മനുഷ്യനാണ്, ഒരു 40 വർഷം രാഷ്ട്രീയ ജീവിതത്തിലുള്ള ആളാണ്. കർണാടകത്തിൽ ഞാൻ പല പാർട്ടി പോസ്റ്റിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇത് കേട്ടിട്ടില്ലാത്തൊരു, ഞങ്ങളുടെ എല്ലാ പാർട്ടികളിൽ നിന്ന് ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് പോകുന്നു, അവിടെ ഇങ്ങോട്ട് വരുന്നു, ജനതാദളിൽ നിന്ന് ഇതൊക്കെ ഉണ്ട്. CPM-ൽ നിന്ന് ആൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരിയമ്മ പോയി, MV രാഘവൻ പോയി എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് മാറുകയും അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് പാർട്ടി ശ്രമിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്രയും കാലം ആളുകൾ അതിൽ നിന്ന് മാറാകുന്നത്. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലത്ത് പിണറായി വിജയന്റെ ധിക്കാരമായ ഒരു രാഷ്ട്രീയം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് ഒരു ബൈബിൾ വാക്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാനാണ് എല്ലാം. അത് ഇന്ത്യ മുഴുവനായാലും ശരി, ലോകം മുഴുവനായാലും ശരി, ഞാനും എന്റെ കുടുംബവും എന്റെ മോളും എന്റെ മരുമോനും ചേർന്ന ഈ പ്രസ്ഥാനം ആണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഈ തോമസ് ഐസക്കിനെയും ഈ പ്രധാനപ്പെട്ട ബാലനെയും ഈ സുധാകരനെയും ഒക്കെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ അത് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ധൈര്യം വന്ന ചില ആൾക്കാര് പുറത്തേക്ക് വരുന്നു. ഇത് നേരത്തെ അവർക്കാകാമായിരുന്നു. ഇത് ഈ പിണറായി വിജയന്റെ ഒറ്റയാൻ ഭരണം അവസാനിപ്പിക്കേണ്ട സമയമായെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.